കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് പേര്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാഫിയ സംഘമാണ് എന്ന് യൂത്ത് കോൺഗ്രസ് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ചക്കരക്കുളത്തിൽ കൈയിട്ടവന്മാരെല്ലാം നക്കുകയാണ്. ഈ നക്കികൾ ഈ നഗരസഭയെ നക്കി മുടിക്കുകയാണ് എന്ന് ഈ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ നടു റോഡിൽ വോളിബോൾ കളിച്ചു. റോഡ് തടസ്സപ്പെടുത്തി വോളിബോൾ കളിച്ചതിന്റെ പേരിൽ ഒരു കേസ്, ന്യായമായ കേസാണ്. പോലീസുകാർ കെട്ടിച്ചമച്ചതൊന്നുമല്ല, നമ്മൾ ചെയ്തതാണ്. അന്ന് ഉന്നയിച്ചിരുന്ന വിഷയം നഗരസഭയ്ക്ക് ഒരു സ്റ്റേഡിയം വേണമെന്ന് ഉന്നയിച്ച ഒരു വിഷയമായിരുന്നു. അന്ന് 10 കോടി, ആ സ്റ്റേഡിയത്തിന് നഗരസഭ പ്രഖ്യാപിച്ചത് 10 കോടിയാണ്. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു 5 തവണ കൂടി ഈ 10 കോടി വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപിച്ചതെല്ലാം കൂടെ കൂട്ടിവെച്ചാൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് പോലെയുള്ള ഒരു വിഖ്യാതമായ ഒരു സ്റ്റേഡിയം പണിയാനുള്ള ശേഷി ആയി കഴിഞ്ഞു അടൂർ നഗരസഭയ്ക്ക്. ഇത് യൂത്ത് കോൺഗ്രസ് ഈ സമരം നടത്തുന്നത് ആരെങ്കിലും താഴെ ഇറക്കി വേറൊരാളെ കയറ്റാൻ വേണ്ടിയുള്ള സമരമല്ല. അത് CPM-ന്റെ ചക്രത്തി പോരാട്ടത്തിന്റെ ഭാഗമായി അവർ തീരുമാനിച്ചോട്ടെ. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇതുപോലെ നാണം കെട്ട ഒരു ഭരണകൂടം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് പേര്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാഫിയ സംഘമാണ് എന്ന് യൂത്ത് കോൺഗ്രസ് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ മാഫിയ സംഘം ഇവിടുത്തെ സഹകരണ സംഘങ്ങൾ പിടിച്ചടക്കാൻ ഗുണ്ടകളെ പരിപോഷിപ്പിക്കുന്ന ഒരു പാർട്ടി, ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. യൂത്ത് കോൺഗ്രസുകാർ വെല്ലുവിളിക്കുന്നു. ഈ കഴിഞ്ഞ ഒരു 10 മാസത്തിനിടയ്ക്ക് അടൂർ പോലീസ് പിടികൂടിയിട്ടുള്ള, SP-യുടെ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിട്ടുള്ള ക്രിമിനലുകൾ, MDMA കടത്തിയവർ, കഞ്ചാവ് കടത്തിയവർ, കള്ളക്കടത്തുകാർ ഏത് പാർട്ടിയുടെ വക്താക്കന്മാരാണ്, ഏത് പാർട്ടിയുടെ പ്രവർത്തകരാണ് എന്ന് ഒരു പൊതു ചർച്ചയ്ക്ക് CPM-നെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ കഞ്ചാവ് കടത്താൻ, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു സംഘത്തെ വളർത്തുന്ന പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാറിയിരിക്കുന്നു. ആ മാഫിയ സംഘങ്ങൾ ഇവിടെ അഴിഞ്ഞാടുകയാണ്. ഇവിടെ ചോദിക്കുന്നത്, ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു, ഇവിടെ അനധികൃതമായി കച്ചവടം ചെയ്യുകയാണ്. അതെല്ലാം CPM-കാർക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ് അടൂർ പട്ടണത്തെ. അങ്ങനെ നിരന്തരമായി അഴിമതി ഭരണമാണ് ഇവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒരു കാര്യം ഉറപ്പിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ കാണിക്കുന്ന ഈ കൊള്ളരായ്മയ്ക്കെതിരെ ഇന്ന് നടത്തിയ ഒരു പ്രതിഷേധ സമരം ഒരു സൂചന മാത്രമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നറുക്കിട്ടെടുക്കുകയാണ്. 5 മാസം ഞാൻ, 6 മാസം നീ, പിന്നെ അടുത്ത 1 വർഷം ഞാൻ. ഇതെന്താണ്? ചക്കരക്കുളത്തിൽ കൈയിട്ടവന്മാരെല്ലാം നക്കുകയാണ്. ഈ നക്കികൾ ഈ നഗരസഭയെ നക്കി മുടിക്കുകയാണ് എന്ന് യൂത്ത് കോൺഗ്രസ് പറയുകയാണ്. ഇത് എന്തോ ഒരു മാഫിയ സംഘത്തിന്റെ കയ്യിലകപ്പെട്ട പോലെയാണ്. ഇവരെല്ലാം ഈ അടൂർ നഗരസഭയെ ഇങ്ങനെ വീതിച്ചെടുക്കുകയാണ്. എല്ലാത്തിലും കമ്മീഷനാണ്. ഈ കമ്മീഷൻ പറ്റുന്ന ഒരു സംവിധാനമായി അടൂർ നഗരസഭ മാറിയിരിക്കുന്നു. ഇവിടുത്തെ ഒരു നഗരസഭാ ചെയർപേഴ്സൺ ഉണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതേയില്ല. പക്ഷേ നിങ്ങൾ യൂത്ത് കോൺഗ്രസിനോട് മറുപടി പറയണ്ട. നിങ്ങൾക്കൊപ്പം കൗൺസിലിരിക്കുന്ന CPM-ന്റെ സഹപ്രവർത്തകരോട് മറുപടി പറയണ്ടേ? നിങ്ങൾ അഴിമതിക്കാരെയാണ് എന്ന് ആദ്യം പറഞ്ഞത് CPM-ന്റെ നിങ്ങളുടെ ഇവിടുത്തെ ആരോഗ്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമല്ലേ? അവരല്ലേ പറഞ്ഞത്? ആ ചോദ്യത്തിനുള്ള നിങ്ങളുടെ മറുപടി എന്താണ്? ഇവിടെ മിനിറ്റ്സ് എഴുതിയിരിക്കുന്നു, ചെയർപേഴ്സൺ അഴിമതിക്കാരിയാണ് എന്ന് മിനിറ്റ്സ് ചേർത്ത ഒരു നഗരസഭയിൽ ഇരിക്കാൻ നാണവും മാനവും ഉണ്ടെങ്കിൽ അടൂർ നഗരസഭയുടെ അധ്യക്ഷ ഇന്ന് തന്നെ രാജിവെച്ചൊഴിയണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. അവർ രാജിവെച്ച് കഴിയുമ്പോൾ വേറൊരു അഴിമതിക്കാരനെ കയറ്റിയിരുത്തുകയല്ല, മറിച്ച് മനസാക്ഷി ഉണ്ടെങ്കിൽ, ഇവിടുത്തെ ജനങ്ങളോട് ഒരു വിശ്വാസ്യത ഉണ്ടെങ്കിൽ ഇവർ മറുപടി പറയാൻ തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി സ്റ്റേഡിയം വിഷയം അതുപോലെ ഗൗരവമുള്ള വിഷയമാണ്. കാലങ്ങളായി ഈ അടൂരിലെ ചെറുപ്പക്കാരെ പറഞ്ഞു പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. അതിൽ നടപടിയെടുക്കാൻ തയ്യാറാകണം. ഫയർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഈ കെടുകാര്യസ്ഥത തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, വെല്ലുവിളിയോടുകൂടി പറയുന്നു, ഇവിടെ കോൺഗ്രസ് നഗരസഭ ഭരിച്ചപ്പം ഈ അടൂരിൽ ഉണ്ടായതല്ലാതെ എന്തെങ്കിലും ഒരു വികസനം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ഒരു പൊതു ചർച്ചയ്ക്ക് യൂത്ത് കോൺഗ്രസ് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ തയ്യാറാണ് ഇവിടുത്തെ ജനങ്ങളോട് പറയുവാൻ.
ഇവിടുത്തെ നഗരസഭയിലെ CPM-ന്റെയും CPI-യുടെയും അംഗങ്ങൾ തയ്യാറാകണം. CPI-ക്കാർ അവിശ്വാസം കൊടുത്തില്ലേ ഈ നഗരസഭയ്ക്കെതിരെ? അപ്പോ ഈ നഗരസഭാ ചെയർപേഴ്സനെ തുടരാനുള്ള ഒരു മനസാക്ഷിയുടെ അംഗീകാരമില്ല, ജനങ്ങളുടെ അംഗീകാരമില്ല, സഹപ്രവർത്തകരുടെ അംഗീകാരമില്ല, പൊതുജനങ്ങളുടെ അംഗീകാരമില്ലാത്ത ഇവർ രാജിവെച്ചൊഴിയണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ അടൂർ നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ജയ് യൂത്ത് കോൺഗ്രസ്.